നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് റസൂലുൻ, സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു നേതാവ്. ആ നേതാവിന്റെ പ്രത്യേകത എന്താണ്? മിൻ അൻഫുസിക്കും, മനുഷ്യകുലത്തിൽപ്പെട്ടവരായി അസാധാരണ വ്യക്തിത്വമായി ജനിച്ചവരാണെങ്കിൽ തന്നെ അവിടുത്തെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ അധോഗതിയിൽ, നിങ്ങളുടെ വിമ്മിഷ്ടങ്ങളിൽ, നിങ്ങളുടെ അനിഷ്ടങ്ങളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ ദുരിതങ്ങളിൽ, നിങ്ങളുടെ ദുരന്തങ്ങളിൽ അസീസുൻ അലൈഹി മാ അനിത്തും, അതിൽ അതിയായി ദുഃഖിക്കുന്നവരാണ്, വിഷമിക്കുന്നവരാണ്. എന്നിട്ട് ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി അവിടുന്ന് റെക്കമെൻഡ് പറയുന്നവരാണ്. ഹദീസ് കൂടെ കൂട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമ്മത്തിന്റെ വിഷമം അവിടുന്ന് വിഷമമായിരുന്നു. ഉമ്മത്തിനെ കുറിച്ച് അവിടുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണമായി നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഹിറാ മലമടക്കുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഏറ്റുവാങ്ങിയ മഹിതമായ ദിവ്യബോധനത്തിന്റെ പ്രാരംഭ പാഠങ്ങളുമായി പ്രചണ്ഡമായ പ്രബോധന ദൗത്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് കർമ്മനിരതരായി ഇസ്ലാമിന്റെ മഹിതമായ മൂല്യങ്ങളിലേക്ക്, ധർമ്മ സന്ദേശത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പ്രബോധനം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ മഹത്തായ ദീനിലേക്ക് വന്നു. ധർമ്മപക്ഷത്തിന്റെ വിരോധികളായ ആളുകൾ, അധർമ്മത്തിന്റെ വാക്താക്കളായ ആളുകൾ, അതിന്റെ പേരിൽ ധർമ്മപക്ഷത്തുള്ള ആളുകളെ പല്ലും നഖവും ഉപയോഗിച്ച് ഒരുപാട് ആക്രമിച്ചു. ആ സമയം നോക്കിയാൽ മർദ്ദകരുടെ കൊലവിളികളാണ് ആ ലോകത്ത്, മർദ്ദിതരുടെ ദീനരോധനങ്ങളാണ് ആ മേഖലയിൽ. ആ നിലക്കുള്ള അവസ്ഥയിലാണ് ഒന്നാമത്തെ ഷഹീദ് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, ഇന്നുള്ള ഉമ്മമാർക്ക് ത്യാഗം എന്തെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുള്ള ഉമ്മമാർക്ക് പ്രയാസം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുള്ള ഉമ്മമാര് പഴയകാല ഉമ്മമാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചെറിയ വിഷയങ്ങൾക്ക് കോമ്പറ്റീഷൻ മൈൻഡോടുകൂടെ ഫാമിലിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവർ, ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നൈബറിൽ അയൽക്കാരോട് പ്രശ്നം സൃഷ്ടിക്കുന്നവർ, ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി റിലേഷൻഷിപ്പിൽ വിള്ളൽ ചാർത്തുന്നവർ. പ്രിയപ്പെട്ട ഉമ്മമാരെ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ അനുഭവിച്ച ത്യാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സർവസമാന സൗകര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആസിയ ബീവി, അവിടുന്ന് ഷഹീദായ ഉമ്മമാരിൽപ്പെട്ടവരാണ്. മഹദിയായ മാഷിത ബീവി റളിയല്ലാഹു അൻഹാ അവരിൽപ്പെട്ടവരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ മഹിതമായ തത്വം മനതലങ്ങളിൽ ചുമന്നതിന്റെ പേരിൽ, സന്മാർഗ സരണിയിൽ സഹചാരിത്വം പങ്കിട്ടതിന്റെ പേരിൽ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ
ഒരുപാട് ആക്രമിച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞതും പ്രഖ്യാപിച്ചതും ജീവിതത്തിൽ കാണിച്ചതും പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് സുമയ്യ ബീബി റളിയല്ലാഹു അൻഹായുടെ പ്രഖ്യാപനത്തിൽ ഉണ്ടായത്. ഉടനെ ശത്രുക്കൾ ചെയ്തതെന്താ? സുമയ്യ ബീബി റളിയല്ലാഹു അൻഹായുടെ ഒരു കാല് ഒരു ഒട്ടകത്തിൽ കെട്ടുന്നു, മറ്റൊരു കാല് വേറെ ഒരു ഒട്ടകത്തിൽ അങ്ങോട്ട് തിരിച്ചു കെട്ടുന്നു. എന്നിട്ടോ ഒരൊട്ടകത്തെ ഇങ്ങോട്ട് തെളിക്കുകയും മറ്റേ ഒട്ടകത്തെ അങ്ങോട്ട് തെളിക്കുകയും ചെയ്ത് രണ്ട് പൊളിയാക്കിയത് എന്തിന്റെ പേരിൽ? സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ധർമ്മ സന്ദേശം മനതലങ്ങളിൽ ആവാഹിച്ചതിന്റെ പേരിൽ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഇത് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സുമയ്യ ബീവിയുടെ വാർത്തയങ്ങ് കേട്ടപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഒരു മാസത്തോളം കരഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് ഉമ്മത്തിനെ കുറിച്ച് അവിടുന്ന് വിഷമിച്ചിരുന്നു. അവിടുന്ന് കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട്. മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹായെ ആലോചിച്ചു. ഇനി നോക്കൂ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞ മറ്റൊരു സന്ദർഭം ഉഹദ് രണാങ്കളത്തിൽ വെച്ച് ധർമ്മപക്ഷത്തു നിന്ന് മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദിശ് ശുഹദാഇ ഉഹദ് രണാങ്കളത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ധർമ്മവിരോധികൾക്കെതിരെ ധർമ്മപക്ഷത്തു നിന്ന് സമരം ചെയ്യുന്ന സമയം, യുദ്ധം ചെയ്യുന്ന സമയം, ചതിപ്രയോഗത്തിലൂടെ വഹശി റളിയല്ലാഹു അൻഹു ചാട്ടുളി പ്രയോഗിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് തുളഞ്ഞു കയറി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വഹശി റളിയല്ലാഹു അൻഹുവിന്റെ അതേ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള ഈ പ്രഹരമേറ്റുകൊണ്ട് അവിടെ വീണു. ഹിന്ദ് എന്ന് പറയുന്ന സഹാബി വനിത വിശ്വസിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് അക്രമങ്ങൾ ആ ജനാസയിൽ കാണിച്ചു. കൈകാലുകൾ മുറിച്ചു, തലയോട്ടിയെടുത്തു. ഈ രംഗം കണ്ടപ്പോൾ അവിടുന്ന് വാവിട്ട് കരഞ്ഞു. അവിടുന്ന് നിയന്ത്രണം വിട്ട് വാവിട്ട് കരഞ്ഞ രണ്ട് സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ്. മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കണ്ടപ്പോ അവിടുന്ന് പറയുന്നു, വാ അമ്മി യാ ഹംസ, എന്റെ കൊച്ചാപ്പ ഹംസ, ഇത് പ്രവർത്തിച്ചവരെ ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങ് പൊട്ടിക്കരയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. വഹശി റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ മാറ്റം തോന്നി. ഞാൻ ഒരാളുടെ അടിമയാകുന്ന സമയം ഞാൻ ഇങ്ങനെ ചെയ്തു ആജ്ഞയോട് കൂടെ, പക്ഷേ അത് തെറ്റായി പോയി. അതുകൊണ്ട് എല്ലാ നിലക്കും മാപ്പ് നൽകുന്ന ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉംബിതു അന്ന റസൂലല്ലാഹി യൗഅദനി വൽഅഫു ഇൻദ റസൂലില്ലാഹി മഅമൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മാപ്പ് പറഞ്ഞ് വിശ്വസിക്കാൻ വേണ്ടി പോയി. എന്തെങ്കിലുമൊക്കെ അബദ്ധം കുടുങ്ങിയാൽ അബദ്ധം ന്യായീകരിക്കാതെ മാപ്പ് പറയുക, അതല്ലെങ്കിൽ പശ്ചാത്തപിക്കുക, ചെയ്ത പാപം ന്യായീകരിക്കാതിരിക്കുക എന്നതാണ് വിജയിക്കാനുള്ള മാർഗം. ചില ആളുകൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ന്യായീകരിക്കും, അതിനുള്ള വകുപ്പ് കണ്ടെത്തും.
അങ്ങനെ പല ആളുകളും നമ്മുടെ നാട്ടിൽ കാണാം. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ടുള്ളത് ന്യായീകരിക്കുക, ഉള്ളത് ഒപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരാൾ കല്യാണം കഴിഞ്ഞു പോകുമ്പോ എല്ലാവരുടെ കയ്യിലും കശുവണ്ടി പരിപ്പ് കൊടുക്കുക. അത്ര എന്താന്ന് വെച്ചപ്പോ അത് ബിരിയാണിയിൽ ഇടാൻ മറന്നതാണ്, ഇപ്പൊ എല്ലാവരും ഓരോന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ പല ന്യായീകരണങ്ങളും പല പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അല്ലേ. ഒരാൾ ബിരിയാണി വെച്ചു, അതാ കുളായി, നേരെ അയാൾ അടുത്തുള്ള കിണറ്റിലേക്ക് ചാടുക. കിണർക്ക് ചാടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, എങ്ങനെ എടുക്കണം, എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ താഴ്ന്ന് വിളിച്ചു പറയാ, ആ ബിരിയാണി കേടുന്നത് നാശാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നോക്കിയിട്ട് ബിരിയാണി നിങ്ങൾ നോക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുക. സംഭവം നോക്കുമ്പോൾ മോശമായിട്ടുണ്ട്. അപ്പൊ അത് കേടൊന്നിന്റെ പേരിലാണ് അയാൾ കിണറ്റ് ചാടിയത്. അപ്പൊ അങ്ങനെ പല നിലക്കുള്ള ഒപ്പിക്കൽസുകളുടെ നാടാണ് നമ്മുടെ നാടുകൾ. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു അരുതായ്മ, ഒരു വിമ്മിഷ്ട പ്രവർത്തനം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാതെ പശ്ചാത്തപിക്കുന്നവർ.